ഒരു ദേശത്ത് ദൈവം ഒരു ദൈവാലയത്തെ, പ്രത്യേകിച്ച് വചന ശുശ്രൂഷയെ അഭിഷേകം ചെയ്യുന്നതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓരോ കാലയളവിലും ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലത്തും ഓരോ വ്യക്തിയെയും ദൈവം തിരഞ്ഞെടുക്കുന്നതിന് ദൈവത്തിന് വലിയൊരു പദ്ധതിയാണുള്ളത്. പലപ്പോഴും ഈ പദ്ധതി മനസ്സിലാകാത്തതാണ് നമ്മുടെ നിരാശയുടെ കാരണം. ഇന്നത്തെ സുവിശേഷം നാം വായിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ തേടുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി ഇത്രയേ ഉള്ളൂ: സമാധാനം, സന്തോഷം, സ്നേഹം ഇതനുഭവിക്കുക. ഇതിന് മാത്രമാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. നമ്മുടെ വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾ അന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇത്രയും പേരിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അത് പൂർത്തീകരിക്കാനാണ് ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ ആ പൂർത്തീകരണത്തിലൂടെ നിങ്ങൾക്ക് നേടുന്ന, നിങ്ങൾക്ക് സംരംഭമാകുന്ന ഒരു സമാധാന സന്തോഷമുണ്ട്. അത് നിങ്ങളുടെ ചിന്ത പറയും, ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നത് ലഭിച്ചു കഴിഞ്ഞാൽ സമാധാനമായി. പൗരോഹിത്യ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികളും പറയുന്നൊരു കാര്യമുണ്ട്. വിവിധ ആവശ്യങ്ങളാണ് പറയുന്നത്. ദേവാലയത്തിൽ ചെന്നാൽ പള്ളിയിലെ ട്രസ്റ്റി സെക്രട്ടറി ആദ്യകാലങ്ങളിൽ പറയും, ഞാൻ വയനാട് സ്വദേശിയാണ്. അവിടെയുള്ള ട്രസ്റ്റി സെക്രട്ടറി പറയും, അച്ഛാ നമ്മുടെ ദേവാലയം ചോർന്നൊലിക്കുകയാണ്, ഇതിൻ്റെ പണിയൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ സമാധാനമായേനെ. അപ്പോഴായിരിക്കും സെക്രട്ടറി വന്നിട്ട് പറയും, അച്ഛാ സാമ്പത്തികമായിട്ട് നമ്മുടെ ആളുകൾക്കൊന്നും തരാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ട് നമ്മുടെ ദേവാലയം ഒന്ന് ഉയർന്നിരുന്നെങ്കിൽ സമാധാനമായേനെ. ട്രസ്റ്റിയുടെ സെക്രട്ടറിയുടെയും വാക്കുകൾ കേട്ട് വീട് സന്ദർശനത്തിന് ചെല്ലുമ്പോൾ വീട്ടുകാർ പറയുന്നൊരു വാക്കുണ്ട്: മകളുടെ വിവാഹം കഴിഞ്ഞായിരുന്നെങ്കിൽ സമാധാനമായേനെ, മകനൊരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ സമാധാനമായേനെ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം ജീവിതത്തിൽ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്, ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? ഈ സുവിശേഷ ഭാഗം സമാധാനം കിട്ടുന്നതിൻ്റെ ഒരു ഷോർട്ട് വേ പറഞ്ഞു തരുന്നുണ്ട്. സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നിട്ടാണ് അത് കിട്ടുന്ന വഴി പറയുന്നത്. സ്വർഗത്തിനോട് എപ്പോൾ ചോദിച്ചാലും സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനമാണ്. സ്വർഗം യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട്, അതും ഒരു ഗുഹയാണ്, ആ ഗുഹയ്ക്കകത്തുള്ള കുഞ്ഞിനെ ലോകത്തിന് കൊടുത്തുകൊണ്ട് പറഞ്ഞത് സമാധാനമാണ്. ഈ കുഞ്ഞിനെ തിരിച്ചെടുത്തപ്പോൾ ശൂന്യമായ കല്ലറയാണ്. ആ കല്ലറയിൽ നിന്നും ലോകത്തിനോട് പറഞ്ഞ സന്ദേശം ഇതാണ്: സമാധാനം. നമ്മൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണ് സമാധാനം കിടക്കുന്നത്. ഇവിടെ അപ്പോസ്തലന്മാർ യഹൂദന്മാരെ ഭയന്നിട്ടാണ് സമാധാനമില്ലാതെ വാതിലടച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇവർ യഹൂദന്മാരെ ഭയപ്പെടാനുള്ള കാരണം എന്താണ്? പശ്ചാത്തലം നമുക്കറിയാം. യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കിയതാണെന്ന് അറിയാം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കൂടെ മരിക്കാൻ പോയവരാണ് ഇതിൽ പല ശിഷ്യന്മാരും. ഇന്ന് തോമാസ് ശ്ലീഹായെക്കുറിച്ച് നമ്മൾ ഒത്തിരി ധ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുന്ന ദിവസമാണ്. ലാസർ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തോമാസ് ശ്ലീഹായാണ് പറഞ്ഞത്, നമുക്ക് അവനോടുകൂടെ മരിക്കാൻ പോകാമെന്ന്. ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, തോമായേ നീ എവിടേക്കാണ് ഓടിപ്പോകുന്നേ? സത്യത്തിൽ യഹൂദനെ ഭയപ്പെടാനുള്ള കാരണം, ചുറ്റുപാടിനെ ഭയപ്പെടാനുള്ള കാരണം, സമൂഹത്തെ ഭയപ്പെടാനുള്ള കാരണം, മനുഷ്യനെ ഭയപ്പെടാനുള്ള അടിസ്ഥാന കാരണം കൂടെയുള്ള ദൈവത്തെ ഉപേക്ഷിച്ചതാണ്. ഇന്ന് നമ്മൾ മനുഷ്യനിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് സ്ട്രെസ്സ്, ടെൻഷൻ, ആകുലത, ഉത്കണ്ഠ. ഇതൊരു രോഗമായിട്ട് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ പോലും സ്ട്രെസ്സാണ്, ടെൻഷനാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ശാസ്ത്രം ഇന്ന് സ്കൂളുകളിൽ, കോളേജുകളിൽ സൈക്കോളജി ഭാഗങ്ങളൊക്കെ വളർത്തി ഇന്ന് എല്ലാവർക്കും അതിന് സമാധാനവും സന്തോഷം കണ്ടെത്താൻ വേണ്ടി ക്രമീകരണം ചെയ്തു വച്ചിട്ടുണ്ട്. എവിടെയും ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ വളരാൻ കാരണം എന്തുകൊണ്ടാണ്? സ്ട്രെസ്സ് കൂടിയതുകൊണ്ടാണ്.
അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സമാധാനവും സന്തോഷവും ഇല്ലാത്ത സമൂഹമാണ്. എന്തുകൊണ്ടാണ് സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്നത്? ഇനി ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ആകുലതയും ഉത്കണ്ഠയുമുള്ള സമൂഹത്തോട് ക്രിസ്തു പറയുന്ന ഒരു സന്ദേശമാണ് മത്തായിയുടെ സുവിശേഷം 6:25 മുതൽ 34 വരെയുള്ള തിരുവചനം. ആകുലതയ്ക്കും ഉത്കണ്ഠയ്ക്കും പരിഹാരമുള്ള ഒരു തിരുവചനമാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ചുറ്റുപാടുമുള്ള സസ്യലതാദികളെ നിങ്ങൾ നോക്കുക. സോളമൻ്റെ അലങ്കാരത്തിനേക്കാളും ഇതൊന്നും ഒന്നുമായിട്ടില്ല. എങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലേ? അവിടെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അതിലൊരു വാക്ക് ഇതാണ്: അല്പവിശ്വാസികളെ. അല്പവിശ്വാസിക്കാണ് ആകുലത ഉണ്ടാകുന്നത്. ഇനി കർത്താവ് ഇതിൻ്റെയൊക്കെ ഭക്ഷ്യത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് പറയുന്നു, ഇതെല്ലാം വിജാതീയരാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷ ഭാഗത്ത് നമ്മളെ കർത്താവ് അഡ്രസ്സ് ചെയ്യുന്ന 2 വാക്കുകളാണ്: ഒന്ന് അല്പവിശ്വാസി, 2 വിജാതീയൻ. ആരാണ് വിജാതീയൻ എന്ന് പറയുന്നത്? നമ്മുടെ ഭാഷയിൽ വിജാതീയൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാത്തവൻ, ദൈവത്തെ അറിയാത്തവൻ. ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആകുലതയും ഉത്കണ്ഠയും ദൈവത്തെ അറിയാത്തവനാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14:22 ഈ തിരുവചനത്തിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ തിന്മകളെ സമാധാനം എന്ന് വിളിച്ചു. ഇപ്പം ശിഷ്യന്മാർ ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്: അവർ സമാധാനം കണ്ടെത്തിയിരിക്കുന്നത് കതക് അടച്ച് വാതിൽ ക്ലോസ് ചെയ്തിട്ട് അവർ റൂമിനകത്തിരിക്കുകയാണ്. അവരുടെ സമാധാനം ഇതാണ്. സത്യത്തിൽ യഹൂദരെ ഭയപ്പെടാൻ അവർക്കുണ്ടായ കാരണം യേശുവിനെ ഫേസ് ചെയ്യാനുള്ള നാണക്കേട് തന്നെയാണ്. ശിഷ്യന്മാർ സത്യത്തിൽ ദൈവത്തെയാണ് ഭയപ്പെട്ടത്. കാര്യം എന്നാണെന്നറിയാമോ? യേശു ക്രിസ്തു പലപ്പോഴായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് അവർ കേട്ടിട്ടുണ്ട്. കാര്യം സ്ത്രീകൾക്കാണ് ആദ്യം ബോധ്യപ്പെട്ടത്. പിന്നെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഇവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രത്യക്ഷപ്പെടലിനും ഇവരോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് സമാധാനം. പേടിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്നാണെന്നറിയാവോ? യേശു ക്രിസ്തു എങ്ങാനും തോമായുടെ മുഖത്തേക്ക് ഇട്ട്, എന്നാ തോമായെ നീ കാണിച്ചത്? നീ എൻ്റെ കൂടെ ബഥാനിയിലേക്ക് വരാൻ നേരത്ത് പറഞ്ഞത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്നിട്ടാ. എന്നിട്ട് ആ പടയാളി ആ ചാട്ടവാറെടുത്തപ്പോൾ, തോമായെ നിന്നെ കണ്ടില്ലല്ലോ. പത്രോസിനോട് തിരിഞ്ഞു വന്നിട്ട് പറയും, പത്രോസേ നീ എൻ്റെ കൂടെ വെള്ളത്തിലും കയറി വള്ളത്തിലും കയറി. പത്രോസേ അപ്പം വർദ്ധിപ്പിക്കാൻ നേരത്ത് നിനക്ക് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം അധികാരം നിനക്ക് ഞാൻ തന്നത്. എന്നാലും പത്രോസേ, ആ ശിഷ്യൻ വെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞ സമയത്ത് ആ പ്രധാന പുരോഹിതൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ വെട്ടാൻ ശ്രമിച്ചപ്പോൾ നീ ഒരു വാളൊക്കെ പിടിച്ച് വന്നതെന്ന് ശരിയാണ്, പിന്നെ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ പത്രോസേ. ഇങ്ങനെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തു ചെയ്യും? ആ ഒരു പ്രത്യേക ഭാവമുണ്ട്. ഞാൻ എളുപ്പം പറഞ്ഞുതരാം ആ ഭാവം എന്നാന്ന്. ധ്യാനം കൂടിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ്റെയും തിരുമേനിയുടെയോ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചമ്മിയ മുഖം ഉണ്ടാകും. ഇതാണ് ശിഷ്യന്മാർക്ക് സത്യത്തിൽ പറ്റിയത്. ശിഷ്യന്മാരുടെ മുഖത്തേക്ക് എങ്ങാനും കർത്താവ് സൂക്ഷിച്ചു നോക്കിയാൽ ഇവരറിയാതെ തലകുനിച്ചു പോകും. ആത്മധൈര്യം നഷ്ടപ്പെട്ടത് യഹൂദൻ്റെ മുമ്പിലല്ല, സത്യത്തിൽ ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ വാതിലടച്ചു കളഞ്ഞത്. വാതിലടച്ചാൽ എന്താ പ്രത്യേകത? എന്താ സ്നേഹമുള്ളവരെ, ഈ വാതിലടയ്ക്കുക എന്ന വാക്ക് ബൈബിളിൽ ചില പ്രത്യേക സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഭയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ സാഹചര്യം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹമാണ്. ഇനി അടുത്ത വചനം പറയുന്നതാണ്: സ്നേഹത്തിൽ ജീവിക്കുന്നവൻ അവൻ ദൈവത്തിലും അവനിൽ ദൈവവും ദൈവം അവനിലും വസിക്കുന്നു. ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്നിട്ട് അടുത്ത വചനം ഒന്ന് വായിച്ച സഹോദരി, 1 യോഹന്നാൻ 4:17 വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിനും സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവർ, ഇവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ നിറഞ്ഞിരിക്കുന്നു. ഇനി ഈ ഒറ്റ വചനം നമ്മളൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിനോട് സ്നേഹമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മറിയത്തിന് ക്രിസ്തുവിനോടുണ്ടായിരുന്ന സ്നേഹമാണ് അവളെ കുരിശിൻ്റെ ചുവട്ടിലെത്തിച്ചത്.
സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് യോഹന്നാനെക്കുറിച്ച് പറയുന്നത്. അവനും കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. ഇതാ, സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ ആത്മധൈര്യമുണ്ടാകും. ആത്മധൈര്യമില്ലാത്തവനാണ് കതകടയ്ക്കുക, അകത്ത് കയറിയിരിക്കുക. ആത്മാവിൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഈ അപകർഷതാബോധവും നെഗറ്റീവ് എനർജിയും ഒക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വരാനുള്ള കാരണം ഹൃദയം അടച്ചു കളയുന്നതാണ്. ഹൃദയം അടച്ചു കളഞ്ഞവൻ ഒരിക്കലും ആത്മധൈര്യം ഉണ്ടാകില്ല. ഇതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായം 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. ജ്ഞാനം 17:4 തിരുവചനം പറയുകയാണ്, വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യഭാവങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയത്തിന് അടിമപ്പെട്ടുപോയി. സ്നേഹമുള്ളവരെ, ഇതാണ് ഈ ഹൃദയം തുറക്കാതെ പൂട്ടിവെക്കുക. ഹൃദയ തുറവിയില്ലാത്തവന് സംഭവിക്കുന്നതാണ് ഭയം എന്ന് പറയുന്നത്. ഈ അടുത്തിടെയായിട്ട് 1-2 പേര് ഒരു ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഭയമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഭയം ഉണ്ടാകുന്നത്? ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല, ഞാൻ പ്രത്യേകിച്ച് ആരോടും ഒന്നും കോപിക്കാറില്ല. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞാനങ്ങ് മാറി നിൽക്കുകയുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞു തീർക്കുകയുള്ളൂ. ആരും കാണാതെ ഒന്നുകിൽ ബാത്റൂമിനകത്ത് കയറി, അല്ലെങ്കിൽ തലവണയിൽ കെട്ടിപ്പിടിച്ച്, ഇനി ഒന്നുമില്ലെങ്കിലും രാത്രി എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാണ് കരയാറുള്ളത്. ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല, ഞാൻ ആരോടും കോപിക്കാറില്ല. ഞാൻ ശാന്തമായി ഇരുന്നിട്ടും ഇപ്പോൾ എന്നെ ഭയമാണ് പിടികൂടിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നൊരു തോന്നലാണ്, സ്നേഹമുള്ളവരെ, ഇതൊക്കെയാണ് ഒരു നല്ല ലക്ഷണമെന്ന്. ഒരിക്കലുമല്ല. ഇതൊക്കെ അപകർഷതാബോധത്തിൻ്റെയും ഭയത്തിൻ്റെയും ചില ലക്ഷണങ്ങളാണ്. പ്രതികരിക്കാൻ പറ്റാത്തവണ്ണം നമ്മളൊക്കെ ചെയ്ത് കാണിക്കുള്ളൂ. ചില കാര്യങ്ങൾക്കും ഒരു പ്രതികരണമില്ല. എന്നിട്ട് ഈ വ്യക്തികൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുന്നുണ്ടോ? ഒരിക്കലും മറക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ സംഭവം. ചിലർ ഇഷ്ടപ്പെടാതെ വന്നാൽ അപ്പോൾ തന്നെ അങ്ങ് പ്രതികരിക്കും. ഒരു പരിധിവരെ മനസ്സിൻ്റെ തുറവിയാണ് ഈ ദേഷ്യത്തിനോട് പ്രതികരിക്കുന്നത്. ഇഷ്ടമില്ലാതെ പറയും, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ചിലരിതൊന്നും മിണ്ടത്തില്ല, ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്തും മിണ്ടാതെ അങ്ങ് ഒതുക്കും. എപ്പോഴാണെങ്കിലും ശരി, ഇഷ്ടമില്ലാത്ത കാര്യം മനസ്സത് റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ റിജക്ഷനാണ് എന്ത് ചെയ്യുന്നത്? ഓർമ്മകളായി കിടക്കുന്നത്. അല്ലെങ്കിൽ മനസ്സിനകത്ത് ദേഷ്യമായിട്ടോ സങ്കടമായിട്ടോ അല്ലെങ്കിൽ സ്വയം അങ്ങ് ഒതുങ്ങിത്തീരുന്നത്. ഇതാണ് മനസ്സിൻ്റെ വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുകൊണ്ടാണ് സഭ സത്യത്തിൽ കുമ്പസാരിക്കണമെന്ന് പറയേണ്ട കാരണം. ചിലർ പറയും, എനിക്ക് ആരോടും ദേഷ്യമില്ല, സങ്കടവുമില്ല. ഇങ്ങനെ പുണ്യാളന്മാരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നവരാണ് നാളെ മനസ്സ് ചത്ത് ഈ നിർഗുണന്മാരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ, എനിക്ക് പേടിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ, അയ്യോ പത്തോ എന്നൊക്കെ പറഞ്ഞ് നടക്കാനുള്ള കാരണം ഈ നിർഗുണന്മാരാണ്. സ്നേഹമുള്ളവരെ, സഭ നല്ല കുമ്പസാരമൊക്കെ തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനാണ്. ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ മാത്രമേ സമാധാനത്തിൻ്റെ ഉറവിടം ഉണ്ടാകുകയുള്ളൂ. അതാണ് ഈ സുവിശേഷ ഭാഗത്തിൽ 2ാമത് പറയുന്ന ഭാഗം. യേശുക്രിസ്തു അവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ ശിഷ്യന്മാരുടെ യഥാർത്ഥ കാരണം ക്രിസ്തുവിനറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ആരെയാണോ ഫേസ് ചെയ്യാൻ വിഷമിച്ചിരുന്നത്, ആ ഫേസ് ചെയ്യാൻ വിഷമിച്ചവൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. മനുഷ്യബന്ധങ്ങൾ സമാധാനത്തിൻ്റെ അടിസ്ഥാനമായി തീരണമെങ്കിൽ കർത്താവ് ഈ പാഠം നമുക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ ശരിയാകാതെ ഈ ഉള്ളിലൊതുക്കുന്ന സ്വഭാവം പ്രത്യേകിച്ച് നമുക്ക് കോട്ടയംകാർക്ക് കൂടുതലാണ്. പുറമെ ചിരിക്കും, അകത്തിരുന്ന് ഒതുക്കും. ഈ ഒതുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തകർന്നു പോകുന്നതിൻ്റെ കാരണം. സ്നേഹമുള്ളവരെ, ഇത് നല്ല കുമ്പസാരം വഴിയോ നല്ല തുറവി വഴിയോ മനസ്സ് തുറക്കാൻ സാധിച്ചാൽ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകും. നമ്മൾ നോക്കിക്കേ, ഇന്ന് കേരളത്തിൽ നമുക്കിന്ന് ഞായറാഴ്ച ദിവസം ഒന്നിച്ചു കൂടാൻ ഒരു അനുവാദം കിട്ടിയിട്ടുണ്ട്. കൂട്ടായ്മയാണ് സഭയുടെ അടിസ്ഥാനമെങ്കിൽ ഒരു ചെറിയ നിയമം മതി അതങ്ങ് പൊളിച്ചു കളയാൻ. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഞായറാഴ്ച ദിവസം, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, ഞായറാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് കൂടാൻ ദൈവം തരുന്ന ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ ദൈവത്തിൻ്റെ മക്കളുമായിട്ട് യോജിച്ച് ആരാധിക്കാൻ തരുന്ന അവസരങ്ങൾ നിഷേധിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ നിയമം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാവുന്നതാണ്. ഒരു ബാൻമതി, ഒരു ബലിയർപ്പണം നിഷേധിക്കപ്പെടാൻ,
ഒരു ബാൻ മതി നമുക്കൊരു വചനക്കൂട്ടായ്മ നിന്നു പോകാൻ. ഒരു നിയമം മതി നമ്മുടെ ബന്ധങ്ങളൊക്കെ തകർന്നു പോകാൻ. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ചില ലക്ഷണങ്ങളൊക്കെ കാണാൻ നേരത്ത് നമ്മൾ തിരിച്ചറിയണം. കാലാവസ്ഥ മാത്രമല്ല ലക്ഷണങ്ങളെന്ന് പറയുന്നത്. നിയമങ്ങൾ വഴി നമ്മുടെ സാധ്യതകളെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ശ്രീലങ്കയിൽ നടന്ന സംഭവത്തെക്കുറിച്ചൊരു ബ്രദർ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലിങ്ങ് വരികയാണ്. ബലിയർപ്പണത്തിൻ്റെ പേരിലാണ് എല്ലായിടത്തും പ്രശ്നം കിടക്കുന്നത്. ആരാധനയുടെ പേരിലാണ്, ബലിപീഠത്തിൻ്റെ പേരിലാണ്, ദൈവത്തിൻ്റെ പേരിലാണ്, ദൈവാലയത്തിൻ്റെ പേരിലാണ് എല്ലാ പ്രതിസന്ധികളും. ഇതാരംഭിച്ചിരിക്കുന്നതും ബൈബിളിൽ ഒരു ബലിയുടെ പേരിലാണ് ആദ്യത്തെ കൊലപാതകം നടന്നത്. ഹാബേലിൻ്റെയും കായീൻ്റെയും ബലി പരിശോധിക്കുമ്പോൾ കായീൻ്റെ ബലി സ്വീകരിക്കപ്പെടാതെയും ഹാബേലിൻ്റെ ബലി സ്വീകരിച്ചതിൻ്റെയും പേരിലുണ്ടായ വെറുപ്പും അറപ്പും അസൂയയുമാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ ബലിയുടെയും അടിസ്ഥാനം ഇതുതന്നെയാണ്. നീയാണോ യഥാർത്ഥ യഹൂദൻ? നീയാണോ പിതാവുമായിട്ട് ബന്ധം? നിനക്കാണോ ദൈവപിതാവുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത്? നീ കാണിക്കുന്നതാണോ ശരിയെന്ന അസൂയയാണ് അവനെയും കൊന്നുകളഞ്ഞത്. ഇന്നും ഈ സഭയുടെ ബലിയർപ്പണവും ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനവും ശരിയായതുകൊണ്ട് തന്നെയാണ് സഹോദരനെ കൊല്ലാനുള്ള മുറവിളി ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ നല്ല ജീവിതം നയിക്കുന്നവരൊക്കെ വന്നിട്ട് പറയും, എൻ്റെ അച്ഛ വലിയ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ, വചനമനുസരിച്ച് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥിക്കണം, സഹായിക്കണം, അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ശക്തി വേണം. നമ്മളെ ചിലരെ സംബന്ധിച്ച് ഇതൊരു വിഷയമേ അല്ല. ഇപ്പം ധ്യാനം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പ്രോസ്പെരിറ്റി ഗോസ്പെല് പോലെ എന്തെങ്കിലും കിട്ടി എന്തെങ്കിലും നേടാനുള്ളതല്ല ക്രിസ്തീയത എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ സമർപ്പിക്കാനുള്ളതാണ്, ബലിയർപ്പിക്കാനുള്ളതാണ്, വിട്ടുകൊടുക്കാനുള്ളതാണ്. ഇതാ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. യേശു എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ പത്രോസേ, നിങ്ങൾ ഈ കൈയിലേക്കൊന്ന് നോക്ക്. ഈ കൈ ഇത് യഹൂദന്മാർ ആണിയടിച്ച കൈയാണ്, ഇതിന് തുള വീണ കൈയാണ്, ഓട്ട വീണ കൈയാണ്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് സമാധാനമില്ലെന്ന് ലോകം മുഴുവൻ പറയുമ്പോൾ ക്രിസ്ത്യാനി സമാധാനമില്ലടത്തേക്ക് കൈകൾ ഉയർത്തി പറയണം, ദേ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവനാണ്, യേശുവിൻ്റെ വചനത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു. എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, എൻ്റെ മക്കൾ, എൻ്റെ സമുദായം എല്ലാം ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് എനിക്കതിൽ നിന്ന് ഇഷ്ടം പോലെ മുറിവ് കിട്ടിയിട്ടുണ്ട്. ആ മുറിവ് കാണിച്ചു കൊടുത്തിട്ടേ പറയാൻ പറ്റുള്ളൂ സമാധാനമെന്ന്. സമാധാനമുണ്ടാകാൻ ക്രിസ്ത്യാനിയാണ് ലോകത്തിലേക്ക് വിളിക്കപ്പെട്ടത്. പക്ഷെ സമാധാനം ഉണ്ടാകുന്നത് വാതിലടച്ചിട്ടല്ല, ഒളിച്ചോടിയിട്ടല്ല. പകരം മുറിവേറ്റുകൊണ്ട് മുറിവ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നവനാണ് സമാധാനം കൊടുക്കാൻ പറ്റുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി എന്നറിയോ? സമാധാനം ഉണ്ടാകാൻ വേണ്ടി മിണ്ടാതിരുന്ന് വാതിലടച്ച് കുറ്റിയിട്ടകത്തിരിക്കും. എന്നിട്ട് ഒരു സിദ്ധാന്തം കൂടി പറയും, 2 കൈ കൂട്ടിയടിച്ചാലേ എന്തുണ്ടാകുള്ളൂ? ഒച്ചയുണ്ട്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണെന്ന് പറയും. ഒരു കാര്യമില്ല. ഇത് അടുത്ത വലിയ ഭൂകമ്പമായിട്ട് നെഞ്ചിൻ്റെ അകത്തേക്ക്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അകത്തേക്കെല്ലാം കയറ്റി വെക്കും. അവസാനം മരണസമയം ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 50 കഴിയുമ്പോഴേക്കും ബോധം നഷ്ടപ്പെട്ട് എന്നാ കാണിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല. സമാധാനം സ്ഥാപിക്കണമെങ്കിൽ വാതിൽ തുറന്നിടണം. എന്നിട്ട് കൈകളും കാലുകളും മുറിഞ്ഞത് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. നമ്മുടെയൊക്കെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനൊക്കെ ആളുകൾ കുറയാനുള്ള കാരണം എന്നാണെന്നറിയാമോ? പലപ്പോഴും പറയും, ഇങ്ങനെയൊന്നും ജീവിക്കാനായിട്ട് പറ്റില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് സുവിശേഷമാണെങ്കിൽ കുഴപ്പമില്ല. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ കയ്യിൽ ചില അടയാളങ്ങൾ കാണും. യേശുവിൻ്റെ ശുശ്രൂഷ പിതാവിൻ്റെ ശുശ്രൂഷയാണെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ആണിപ്പാടുണ്ടായിരുന്നു, വിലാപ്പുറമുണ്ടായിരുന്നു, കാലുകളുടെ മുറിവുണ്ടായിരുന്നു. ഇത് കണ്ട് തോമാസ് ലീഗ അവിശ്വാസിയായി അവൻ പറഞ്ഞു, നീ കർത്താവാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അങ്ങനെയാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവിശ്വാസിയായ മകനുണ്ടെങ്കിൽ, വിശ്വാസിയായി നീ അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ നിൻ്റെ മകന് കാണിച്ചു കൊടുക്കാൻ നിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാകണം. ഇത് മുറിവേക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ കയറി വാതിലടച്ചിരിക്കുന്നത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് രക്ഷപ്പെടാനല്ല ചെയ്തത്, രക്ഷ കൊടുക്കാനാണ് അവൻ ശ്രമിച്ചത്. രക്ഷ കൊടുക്കണമെങ്കിൽ കയ്യിൽ മുറിവേറ്റിരിക്കണം. ഈ ഡൈവേഴ്സുകളും കുടുംബജീവിതത്തിൻ്റെയും എല്ലാം പ്രതിസന്ധിയുമായിട്ട് ഇന്ന് ആളുകളൊക്കെ ഓടിക്കൂടിക്കൊണ്ടിരിക്കുക.
ധ്യാന കേന്ദ്രത്തിൽ പറയും, എൻ്റെ അച്ഛ, എൻ്റെ കുടുംബജീവൻ ശരിയല്ല, എൻ്റെ ഭാര്യ ശരിയല്ല, മക്കൾ ശരിയല്ല, തലമുറ മുഴുവൻ പോയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? മറുപടി ഇത്രയേ ഉള്ളൂ: സമാധാനം ഉണ്ടാക്കണമോ അവിടെ ഒരു മുറിവ് കാണിച്ചു കൊടുക്കാൻ ആരുടെയെങ്കിലും കൈയുണ്ടായിരിക്കണം. അവിടെ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ, അവിടെ പ്രബോധനം ഉണ്ടാകുകയുള്ളൂ, അവിടെ ഉറച്ച ബോധ്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ. സത്യത്തിൽ എന്തിനാ കല്യാണം കഴിപ്പിക്കണേന്ന് കല്യാണം കഴിച്ചവർക്ക് പോലും അറിയത്തില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചതെന്ന്? ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിടുന്ന ആൻസർ തപ്പിയെടുക്കണം. നിങ്ങളോട് ആരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ താൻ എന്തിനാ പെണ്ണ് കെട്ടിയെന്ന് ചോദിച്ചാൽ മറുപടി കൃത്യമായിട്ട് പറയണം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: അല്ലയോ സ്ത്രീ, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖാന്തരം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ പുരുഷ, അവിശ്വാസിയായ സ്ത്രീ വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി പോകുമായിരുന്നു. ആ അധ്യായം 1 കൊരിന്ത്യർ 7-ാം അധ്യായം അവസാനിപ്പിക്കാൻ നേരത്ത് പൗലോസ് അപ്പോസ്തലൻ വളരെ ആഗ്രഹത്തോടെ, വേദനയോടെ, പ്രതീക്ഷയോടെ ചോദിക്കുകയാണ്: ഭർത്താവേ, നിൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? സ്നേഹമുള്ളവരെ, വിവാഹം കഴിപ്പിച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഒറ്റ ആൻസറേ പറയാനുള്ളൂ: ഈ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചത് ഈ ചേച്ചിയുടെ ചേട്ടനെ സ്വർഗത്തിൽ വിശുദ്ധനായിട്ട് സമർപ്പിക്കാൻ. യേശുക്രിസ്തുവിനെ കൊണ്ട് യേശുക്രിസ്തുവിനെ കുരിശെടുക്കാനേ പറ്റുള്ളൂ. എങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ഭർത്താവും തീരുമാനിക്കുക, ഓരോ ഭാര്യയും തീരുമാനിക്കുക. നിങ്ങളറിയാതെ പറയുന്നൊരു ദീർഘനിശ്വാസമുണ്ട്: എൻ്റെ കർത്താവേ, ഇവളെ ചുമക്കാൻ എന്നെക്കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആരെക്കൊണ്ടും പറ്റത്തില്ല. ഞാൻ കിട്ടിയ എൻ്റെ ഭാര്യയെ ലോകത്ത് വേറെ ഏതൊരുത്തൻ്റെ കൈ കിട്ടിയാനും പണ്ടേ അവൻ കരണക്കുറ്റിക്ക് 2 കൊടുത്ത് അവളെ 2-3 പീസാക്കി ഏതെങ്കിലും കിണറ്റിൽ കൊണ്ടുപോയി താത്തിയേനെ. ഇതിനെ ചുമക്കാൻ എന്നെക്കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങളിടയ്ക്ക് പറയാറില്ലേ, ഇത് തന്നെയാണ് അതിൻ്റെ കാര്യം, ഇത് ചുമക്കാൻ നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ ഏറ്റവും കർത്താവ് പറഞ്ഞില്ലേ, യോജിച്ച തുണയെ നിനക്ക് നൽകിയെന്ന് പറഞ്ഞില്ലേ, ഇതതിൻ്റെ കാര്യം. എത്രയോ ഭാര്യമാരാണ് പറഞ്ഞത്, എൻ്റെ അച്ഛ ഒരു എക്സ്ചേഞ്ച് മേള നടത്തിയിരുന്നെങ്കിൽ യൂസ്ഡ് കാറ് പോലും മാറ്റാൻ ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം. സ്വർണം മാറ്റാനുണ്ട്, കാറ് മാറ്റാനുണ്ട്, പിന്നെ എന്നാ സ്ഥലം എക്സ്ചേഞ്ച് പിടിക്കാൻ, വീട് എക്സ്ചേഞ്ച് പിടിക്കാൻ എല്ലാം ഉണ്ട്. ഭാര്യയെ ഭർത്താവിനെ ഒന്ന് എക്സ്ചേഞ്ച് പിടിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ചുമന്ന് മടുത്ത് തളർന്ന് തകർന്ന് പരിവായിട്ടാണ് ഞാനിരിക്കുന്നത്. ഇതിന് എന്നെക്കൊണ്ട് പറ്റില്ല അച്ഛാ. അല്ലയോ ഭാര്യയെ, കർത്താവ് പറയുകയാണ്, ഇതാ നിന്റെ ഭർത്താവിന് വിശുദ്ധനാക്കാൻ നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകില്ല, നിങ്ങളുടെ മക്കൾ സമാധാനത്തിൻ്റെ മക്കളാകില്ല. ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ നേരത്ത് ഈ സുറിയാനി സഭയുടെ വിവാഹം കഴിക്കാൻ നേരത്ത് പല ഓഫറുകളുണ്ട്. അതിലൊരു ഓഫർ ഇതാണ്: കൈയെല്ലാം പിടിപ്പിച്ചതിന് ശേഷം എന്നാ ചേട്ടന്മാരെ പറയുന്നത്, നീ ഉണ്ടില്ലെങ്കിലും ഒടിപ്പിക്കണം, നീ കഴിച്ചില്ലെങ്കിലും കഴിപ്പിക്കണം. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സുറിയാനി സഭയിൽ ഒരു കാര്യം കൂടി പറയായിരുന്നു: നാളെ കർത്താവ് നിന്നോട് നിൻ്റെ ഭാര്യയെ ചോദിക്കുമ്പോൾ അതും കൂടി കൊടുക്കണം എന്നുള്ളത് പറയാറുണ്ട്. ഇപ്പം അത് പറയാറില്ല. അപ്പോൾ യേശുക്രിസ്തു നാളെ നിന്നോട് ചോദിക്കും, മോനെ എന്തിയെ നിൻ്റെ ഭാര്യ? അപ്പോൾ നീ പറയും, കർത്താവേ, ഇതാ എൻ്റെ ഭാര്യയെ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം ഇതാ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ചോദിക്കും, എന്നാ ചോദിക്കുന്നറിയോ? എന്തിയെ നിൻ്റെ കയ്യിലെ മുറിവുകൾ? വിജാതീയപുത്രിയെ തനിക്ക് സ്വന്തം മകളാക്കാൻ വേണ്ടി പുത്രൻ എന്തു ചെയ്തു? ബലി കഴിക്കപ്പെട്ടതിൻ്റെ ചരിത്രമാണ് എഫേസസ് 5:22 വിവാഹ ശുശ്രൂഷയിലും എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിതാവാം ദൈവം പറയും, എൻ്റെ മോൻ നേടിയൊരു സഭയുണ്ട്, സുന്ദരികളിൽ അതിസുന്ദരി എന്നുള്ള പാട്ടൊക്കെ പാടുന്നില്ലേ, ആ സഭ. അപ്പോൾ ആ സഭയെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ പുതിയ ജെറുസലേമിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പുത്രൻ പറയും, ഇതാ ഞാനേറ്റ ആണിപ്പാടുകൾ ഇവിടെയുണ്ട്. എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാനേറ്റ ആണിപ്പാടുകൾ, നെഞ്ചിലേറ്റ എൻ്റെ ആ കുന്തത്തിൻ്റെ പാട്, എൻ്റെ മുൾമുടിയുടെ അടയാളം എനിക്കുണ്ട്. പിതാവേ, ഇതാ നീ എന്നെ ഏൽപ്പിച്ച സഭയെ വിശുദ്ധീകരിച്ച് ഞാൻ നിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കൈകളും കാലുകളും നീ നോക്കുക. പ്രിയപ്പെട്ട ഭർത്താവേ, നീ
സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി, കുടുംബത്തിൽ സമാധാനം, മക്കൾക്ക് സമാധാനം ഉണ്ടാകാൻ, ദൈവത്തിന് സമാധാനം ആകാൻ വേണ്ടി ആ സമാധാനത്തിൻ്റെ ഉടമ്പടി എന്ന നിലയിൽ നിൻ്റെ ജീവിത പങ്കാളിയെ കർത്താവിന് തിരിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ചോദിക്കും, എന്തിയെ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഏറ്റ മുറിവുകൾ? നിൻ്റെ ഭാര്യ അപമാനം ഏൽക്കാതിരിക്കാൻ വേണ്ടി നീ സഹിച്ച മുറിവുകളൊന്ന് പറ. ഇവിടെയൊക്കെയാണ് നീതിമാന ജോസഫിനെ കുറിച്ചൊക്കെ ധ്യാനിക്കേണ്ടത്. തൻ്റെ ഭാര്യയെ അപമാനിതയാക്കാതിരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഉപേക്ഷിക്കാതിരിക്കാനും അവനെടുത്ത തീരുമാനം. ജോസഫിന് കുറേ മുറിവ് കിടപ്പുണ്ട് മറിയത്തെക്കുറിച്ച്. എവിടുന്നാ ഗർഭം ധരിച്ചതെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അവളെ ആരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്താതിരിക്കാൻ ആ നീതിമാനായ മനുഷ്യനേറ്റ മുറിവ് അവൻ്റെ നെഞ്ചത്ത് കിടപ്പുണ്ട്, ദൈവത്തിന് കാണിച്ചു കൊടുക്കാനുണ്ട്. കർത്താവ് ചോദിക്കും, നീ ഒരു ഭർത്താവല്ലേ, കല്യാണം കഴിച്ച കാലം തൊട്ട് നിൻ്റെ ഭാര്യയെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി നീ ചുവന്ന മുറിവൊന്ന് കാണിച്ചതാ? കൈമുറിവ് കാണിച്ചു കൊടുക്കാനുള്ളവൻ, വിലാപ്പുറം കാണിച്ചു കൊടുക്കാനുള്ളവന് മാത്രമേ സമാധാനം അധികാരത്തോടെ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. ഭയന്ന് പേടിച്ചിരിക്കുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് വാതിൽ തുറന്ന് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കുടുംബജീവിതത്തിൽ അപ്പൻ എന്ന നിലയിൽ നിൻ്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കണമെങ്കിൽ നിന്നൊക്കെ ചില മുറിവൊക്കെ ഏൽക്കും. ആ മുറിവുകളാണ് നിൻ്റെ സമാധാനത്തിൻ്റെ അധികാരം, അടിസ്ഥാനം. നമ്മളിപ്പോൾ എന്തിനാണ് ധ്യാനം കൂടുന്നത്? എങ്ങനെ മുറിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനം കൂടിയിട്ട് സമാധാനം ഇല്ലാത്തതും സമാധാനം കൊടുക്കാൻ പറ്റാത്തതും. നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. എന്താ കാര്യം എന്നറിയാമോ? സമാധാനം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. തോമാശ്ലീഹായ്ക്ക് സമാധാനം കിട്ടിയതേ അവിശ്വാസിയാണെങ്കിലും കർത്താവിൻ്റെ ആ നെഞ്ചിൻ്റെ അടയാളവും കൈയിൻ്റെ അടയാളവും കാണിച്ചുകൊണ്ടാണ്. മക്കൾ സമാധാനത്തിലും വിശ്വാസത്തിലും വളരണമെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലും നെഞ്ചിലും ചില മുറിവൊക്കെ വേണം. ഈ മുറിവുകളാണ് നാളെ അവരൊക്കെ വിശ്വാസികളായി മാറുന്നത്. നമ്മളൊക്കെ മക്കളുടെയും നമ്മുടെയും മുറിവ് ഉണക്കി കെട്ടിപ്പൊതിഞ്ഞ് അതാരും കാണാതെ നമ്മളെ കടച്ചു വെക്കുന്നുണ്ട്. ഇത് ഭയത്തിൽ അവസാനിക്കും. ഭയക്കാൻ വേണ്ടി നമ്മൾക്കതല്ലേ, മക്കളെയൊക്കെ വളർത്തി വരുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുഖം ഇപ്പോൾ വാടിക്കൊണ്ടിരിക്കുക, ഭയന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു, മുറിവ് കാണിച്ചു കൊടുക്കാണ്ടായിരുന്നു. പാടത്ത് പണിയെടുത്ത് വരുന്ന അപ്പൻ്റെ വയർപ്പും ആ ഷർട്ടിടാതെ വരുന്ന ആ മുണ്ട് ആ തോർത്തും കണ്ടു കഴിയുമ്പോൾ മക്കൾക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അപ്പൻ മുറിവേറ്റിട്ടാണ് വരുന്നത്. കൈയുടെ തയമ്പ് കാണിച്ചു കൊടുക്കും, അപ്പൻ്റെ വയർപ്പിൻ്റെ മണം. അത് കാണുമ്പോൾ മക്കൾക്ക് സമാധാനമുണ്ടായിരുന്നു. ഈ അപ്പൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പോകാൻ അവർക്ക് പറ്റില്ലായിരുന്നു. സമാധാനമുള്ള കുടുംബങ്ങളായിരുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മക്കൾ എൻ്റെ വിഷമം അറിയേണ്ട, അപ്പൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ സങ്കടം, ദാരിദ്ര്യം, കഷ്ടപ്പാട് ഒന്നും അറിയേണ്ടെന്ന് ഓർത്ത് ഈ യഹൂദന്മാരെ ഭയന്നതുപോലെ ആരും അറിയാതെ മൂടി വെച്ച് കെട്ടിപ്പിടിച്ച് ഭയന്നിരിക്കുകയാണ് നമ്മളൊക്കെ. എന്തു പറ്റുന്നു? മക്കൾ വളരുമ്പോൾ അവരെയും ഭയമാണ്. എന്താ കാര്യം എന്നറിയാമോ? അടച്ചു വെച്ച വാതിലിനുള്ളിൽ സമാധാനം ഉണ്ടാവില്ല. മുറിവ് കാണിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ മുറിവുകളാണ് എൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. നമ്മളിനി മുറിവുകളെ ഓർത്തൊന്നും കരഞ്ഞുകൊണ്ട് നടക്കരുത്. ദാരിദ്ര്യം അതെൻ്റെ മുറിവാണ്, എൻ്റെ മക്കൾക്കുള്ള അഭിമാനത്തിൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനമാണ്. എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ബലഹീനയെന്നും കഴിവില്ലാത്തവരെന്നും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അതെൻ്റെ മുറിവാണ്, അതെൻ്റെ സമാധാനത്തിൻ്റെ അധികാരമാണ്, അടിസ്ഥാനമാണ്. മുറിവുകളും കുറവുകളും അതെൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് മറച്ചു വെച്ച് അപകർഷബോധത്തിനും സ്വയം ഒതുങ്ങാനും വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നതല്ല. ശിഷ്യന്മാർക്ക് സംഭവിച്ച ഒരു അപകടം, അവർ ക്രിസ്തുവിനെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി, യഹൂദന്മാരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി. നമ്മുടെ മുറിവുകൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരിലാണെന്നോർത്ത് നമ്മൾ നിരാശപ്പെട്ടും നമ്മൾ ഈ മുറിവുകൾ കർത്താവിന് തുറന്നു കൊടുക്കാറില്ല. നമ്മൾ കർത്താവിന് മുറിവുകൾ തുറന്നു കൊടുത്താൽ കർത്താവ് ആ മുറിവിലേക്ക് വരും, സമാധാനം നൽകും. പത്രോസ് അപ്പോസ്തലനൊക്കെ പിന്നീട് പ്രസംഗിച്ചത് ഈ മുറിവിൻ്റെ ചരിത്രമായിരുന്നു. നിങ്ങൾ തൂക്കിക്കൊന്ന ഈ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടുകൊണ്ടായിട്ടാണ് പ്രസംഗിക്കുന്നതെന്ന് പറയാൻ കാര്യം, മുറിവ് കണ്ടുകൊണ്ടാണ് അവരൊക്കെ പ്രസംഗിച്ചത്. നമ്മുടെയൊക്കെ മക്കൾ ഈ തലമുറയിൽ നിലനിൽക്കണമെങ്കിൽ മാതാപിതാക്കളായി നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ ഇതുപോലെ മുറിവ് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. നിലനിൽപ്പിൻ്റെ ആ മുറിവ് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ പരാജയങ്ങളും ഞങ്ങളുടെ മുറിവുകളാണ്. കുറ്റപ്പെടുത്തിയത് തകർച്ചകൾ സാമ്പത്തികമായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, രോഗപീഠകളായിരിക്കാം, ജീവിതത്തിൽ എന്തും ഞങ്ങളുടെ മുറിവുകളാണ്. അതെല്ലാം സമാധാനത്തിൻ്റെ
അഭിഷേകമായി തീരട്ടെ. നാളത്തെ തലമുറയ്ക്ക് ഞങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ, നാളത്തെ തലമുറയ്ക്ക് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നീ നൽകിയ അടയാളമാണ് നിങ്ങൾക്ക് സമാധാനം. എൻ്റെ മക്കളെ നോക്കി, തലമുറയെ നോക്കി പറയാൻ ഈ മുറിവുകൾ അഭിമാനത്തോടെ ഏറ്റെടുക്കാൻ ഇടയാകണമേ. കഥകടച്ച് ആരും അറിയാതെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തുറന്ന് സമാധാനത്തിൻ്റെ പ്രഭുവായ നിന്നെ സ്വീകരിക്കാൻ ഇടയാകണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, ഈ ദിവസം സമാധാനത്തിൻ്റെ ദിവസമാക്കി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. Maria.